السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. അർഹമുറാഹിമായ അള്ളാഹുവെ, ഈ മസ്ജിദുൻ നബവിയിൽ ഇരുന്നു കൊണ്ട് എൻ്റെ മുത്തഅല്ലിമുകൾക്ക് ചെറിയ ഇൽമു പഠിപ്പിച്ചു കൊടുക്കാൻ എനിക്ക് നീ ചെയ്ത നിഅമത്ത് വലിയ നിഅമത്താണ്. അള്ളാഹുവെ, ഇത് നീ സ്വീകരിച്ച് ഞങ്ങൾക്കൊക്കെ നീ കനപ്പെട്ട പ്രതിഫലം നൽകണേ പടച്ചോനെ. അള്ളാഹുവെ, ജീവിതത്തിന്റെ ഇടുക്കം ഞെരുക്കൊക്കെ നീ തീർത്തു തരികയും സന്തോഷകരമായ അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യണേ റബ്ബേ. ആമീന ആമീന യാ റബ്ബൽ ആലമീൻ. പറഞ്ഞു വെച്ചത് യുദ്ധക്കളത്തിലെ മര്യാദകളാണ്. ശത്രുവിനോട് ഏറ്റുമുട്ടുകയാണെങ്കിൽ തന്നെ നീതിയല്ലാത്തതൊന്നും ചെയ്യാൻ പാടില്ല. ബലഹീനരെ ആക്രമിക്കാൻ പാടില്ല. ഇതാണ് പറഞ്ഞത്. അതിന്റെ ബാക്കിയാണ് ഇനി പറയുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും വഅഖ്രിജൂഹും മിൻ ഹൈസു അഖ്റജൂക്കും വൽഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ വലാ തുഖാതിലൂഹും ഇൻദൽ മസ്ജിദിൽ ഹറാമി ഹത്താ യുഖാതിലൂക്കും ഫീഹി ഫഇൻ ഖാതലൂക്കും ഫഖ്തുലൂഹും കദാലിക ജസാഉൽ കാഫിരീൻ. വഖ്തുലൂഹും, അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യൂ, അവരെ നിങ്ങൾ കൊല ചെയ്യൂ. ഹൈസു സഖിഫ്തുമൂഹും, അവരെ നിങ്ങൾ എവിടെ കണ്ടെത്തിച്ചാലും അവരെ നിങ്ങൾ വധിക്കൂ. വ അഖ്രിജൂഹും, അവരെ നിങ്ങൾ പുറത്താക്കൂ. മിൻ ഹൈസു അഖ്റജൂക്കും, നിങ്ങളെ അവർ പുറത്താക്കിയിടത്തിൽ നിന്ന്. വൽ ഫിത്നത്തു, ഫിത്ന, നാശകരമായ പ്രവർത്തനങ്ങൾ, അശദ്ദു മിനൽ ഖത്ലി, അത് കൊലയേക്കാൾ കാഠിന്യമേറിയതാകുന്നു. വലാ തഖ്തുലൂഹും, ആ എതിരാളികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുകയോ അവരെ കൊല ചെയ്യുകയോ ചെയ്യരുത്. ഇൻദൽ മസ്ജിദുൽ ഹറാമി, പവിത്രമായ മസ്ജിദ്, മക്കയിലുള്ള മസ്ജിദുൽ ഹറാമിന്റെ അടുത്ത് വെച്ച് ചെയ്യരുത്. ഹറമിൽ അത് ചെയ്യാൻ പാടില്ല. ഹത്താ യുഖാതിലൂക്കും, നിങ്ങളോട് അവർ യുദ്ധം ചെയ്യുന്നത് വരെ, ഫീഹി, ഈ മസ്ജിദുൽ ഹറാമിൽ നിങ്ങളോട് അവർ യുദ്ധം ചെയ്ത് ഏറ്റുമുട്ടുന്നത് വരെ അങ്ങോട്ട് ചെയ്യരുത്. ഫയിൻ ഖാതലൂക്കും, അവർ നിങ്ങളോട് യുദ്ധം ചെയ്താലോ, ഫഖ്തുലൂഹും, പിന്നെ നോക്കി നിൽക്കാനില്ല, നിങ്ങൾ അവരെ വധിക്കൂ. കദാലിക, ഇതേ ക്രമത്തിലാണ് ജസാഉൽ കാഫിരീന, അവിശ്വാസികളായ വിഭാഗത്തിന് നൽകേണ്ടുന്ന പകരം വിട്ടൽ ഈ പറയപ്പെട്ടതുപോലെയായിരിക്കണം. ആകയാൽ യുദ്ധക്കളത്തിലെ നീതി നിർവഹണത്തെ പറ്റിയാണ് ഇപ്പോൾ പറയുന്നത്. ഇത് കേട്ടുകൊണ്ട് ചിലർക്കൊക്കെ ഇസ്ലാം യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്, മനുഷ്യക്കൊലക്ക് ആവേശമുള്ള മതമാണ് എന്ന് പറയാറുണ്ട്. ഒരിക്കലും ശരിയല്ല. വഖ്തുലൂഹും എന്ന് പറഞ്ഞാൽ അവരെ നിങ്ങൾ വധിക്കുന്നതാണ്. അവരെ എന്ന് പറഞ്ഞാൽ എവരെ? നിങ്ങളോട് യുദ്ധത്തിന് വരുന്നവരെ പറ്റിയാണ് തൊട്ടു മുമ്പ് പറഞ്ഞത്. വഖാതിലൂ ഫീ സബീലില്ലാഹില്ലദീന യുഖാതിലൂനക്കും, നിങ്ങളോട് ഇങ്ങോട്ട് യുദ്ധത്തിന് വരുന്നവരോടെ നിങ്ങൾ ഏറ്റുമുട്ടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു വെച്ചിട്ടാണ്. വഖ്തുലൂഹും, ഇനി അവരെ നിങ്ങൾ വധിക്കൂ. ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വരുന്നവരെ വധിക്കാതിരുന്നാൽ പിന്നെ നമ്മുടെ ശരീരം ഇങ്ങനെ കൊലക്ക് വെച്ചു കൊടുക്കണം എന്നാവും അതിൻ്റെ അർത്ഥം. അത് ചെയ്യരുത്. വഖ്തുലൂഹും, ഈ കൊല ആഗ്രഹിക്കുന്ന, മനുഷ്യനാശം ആഗ്രഹിച്ചുകൊണ്ട് യുദ്ധത്തിന് വരുന്ന അവരെ നിങ്ങൾ വെറുതെ വിടരുത്, അവരെ നിങ്ങൾ കൊല്ലണം. ഹൈസു സഖിഫ്തുമൂഹും, ആ കൊതിയന്മാരെ എവിടെ വെച്ച് കണ്ടാലും കൊല്ലണം. വഅഖ്രിജൂഹും മിൻ ഹൈസു അഖ്റജൂക്കും, നിങ്ങളെ അവർ എവിടെ നിന്നാണോ പുറപ്പെടുവിച്ചത്, പുറത്താക്കിയത്, അവിടെ നിന്ന് നിങ്ങൾ അവരെയും പുറത്താക്കൂ. വൽ ഫിത്നത്തു അശദ്ദു മിനൽ ഖത്ൽ, നാശകരമായ പ്രവർത്തനങ്ങളുണ്ട്. അതാണ് കുഫർ, ശിർക്ക്, ഇസ്ലാമിനെ തൊട്ട് തടയൽ, മുസ്ലിങ്ങളെ മൃഗീയമായി ഉപദ്രവിക്കൽ, ഇതൊക്കെ വകുപ്പിൽപ്പെട്ടതാണ്. അത് നിങ്ങൾ ഈ നടത്തുന്ന കൊലയേക്കാൾ, നിങ്ങൾ ഈ ചെയ്യുന്നത് ഒരു നീതിയുടെ അടിസ്ഥാനത്തിലാണ്. അനീതിയായിട്ടൊന്നും ചെയ്യുന്നില്ല. ഏറ്റുമുട്ടാൻ വരുന്നവരെ മാത്രമേ നേരിടുന്നുള്ളൂ. അവരിലെ ബലഹീനരെ, കുട്ടികളെയോ സ്ത്രീകളെയോ പ്രായം ചെന്നവരെയോ ഒന്നും തൊടാൻ പാടില്ല എന്നാണ് നിയമമുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചെയ്യുന്ന കൊലയേക്കാൾ എത്രയെത്രയോ ഗൗരവമേറിയതാണ് അവർ ചെയ്യുന്നതായ ഈ നാശകരമായ പ്രവർത്തനങ്ങൾ. മറ്റൊരു കാര്യം, മസ്ജിദുൽ ഹറാമിന്റെ അടുക്കൽ വെച്ച് നിങ്ങൾ
അവരുമായിട്ട് ഏറ്റുമുട്ടുകയോ കൊല നടത്തുകയോ ചെയ്യരുത്, അവർ ഇങ്ങോട്ട് ചെയ്യുന്നത് വരെ. ഇങ്ങോട്ട് അവരിങ്ങനെ ചെയ്യുമ്പോൾ അതിന് പകരം വീട്ടാതെ ഇങ്ങനെ നിന്നു കൊടുത്താൽ അതിന്റെ അർത്ഥം നിങ്ങളിങ്ങനെ ആത്മഹത്യ ചെയ്യണമെന്നാണല്ലോ. നിങ്ങളുടെ ശരീരം ഇങ്ങനെ അവരുടെ വാളിന് വെച്ചു കൊടുക്കണം എന്നാണ്. അതൊരിക്കലും ചെയ്യരുത്. ഇങ്ങോട്ട് തുടങ്ങിയാൽ പിന്നെ നോക്കി നിൽക്കാനില്ല. അതാണ് പറഞ്ഞത്, ഫൈൻ കാത്തലൂക്കും, നിങ്ങളോട് അവർ യുദ്ധത്തിന് വന്നാൽ ഫഖ്തുലൂഹും, പിന്നെ ഒന്നും നോക്കാനില്ല, അവരെ നിങ്ങൾ വധിക്കൂ. കദാലിക ജസാഉൽ കാഫിരീന, അവിശ്വാസികളായ വിഭാഗത്തെ അവർക്ക് നൽകേണ്ടുന്ന പ്രതികാരം, അവർക്ക് നൽകേണ്ടുന്ന മറുപടി ഇപ്രകാരമാകുന്നു. فإن انتهوا فإن الله غفور رحيم. فإن انتهوا, ഇനി അവർ അവിശ്വാസികൾ വിരമിച്ചാൽ, അവർ അവരുടെ അവിശ്വാസത്തിൽ നിന്നൊക്കെ മടങ്ങി നല്ല മാർഗത്തിലേക്ക് വന്നു. ഒരുപാട് തെറ്റും കുറ്റൊക്കെ നേരത്തെ ചെയ്തവരാണ്, പലരെയും ആക്രമിച്ചവരാണ്, വളരെയേറെ നാശം ഉണ്ടാക്കിയവരാണ്. അങ്ങനെയുള്ള അവർ തന്നെ അതിൽ നിന്ന് വിരമിച്ചിട്ട് നല്ല മാർഗത്തിലേക്ക് വന്ന് വിശ്വാസിയായി തീർന്നാൽ, അപ്പൊ ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല ഗഫൂറുൻ, വളരെയേറെ പൊറുക്കുന്നവനാകുന്നു. ഫഊല് വസ്ന് മുബാലഗത്തിന് എന്ന് പറഞ്ഞ ഞങ്ങൾ, വളരെയേറെ പൊറുക്കുന്നവനാകുന്നു. റഹീമുൻ, വളരെയേറെ കരുണ ചെയ്യുന്നവനുമാകുന്നു. അപ്പൊ ഒരുത്തൻ ഇങ്ങോട്ട് ഇതുവരെ ഒരുപാട് തെറ്റും കുറ്റമൊക്കെ ചെയ്ത് നടന്നവനാണ്, അവൻ ഇങ്ങോട്ട് പടി കടന്ന് വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവനെ പിന്തിരിപ്പിക്കുന്ന നയമല്ല ഇവിടെ ഉള്ളത്. ഒരുത്തൻ നന്നാവുന്നുവെങ്കിൽ അവനെ സ്വീകരിക്കാൻ തയ്യാറാണ് ഈ പരിശുദ്ധമായ മതം. ഇങ്ങനെയുള്ള സമാധാനത്തിന്റെ പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം. وقاتلوهم حتى لا تكون فتنة ويكون الدين لله فإن انتهوا فلا عدوان إلا على الظالمين. വഖാതിലൂഹും, അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യൂ. എന്തിന്? ഹത്താ ലാ തകൂന ഫിത്നത്തുൻ, നാശങ്ങളായ കാര്യങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി. വിശ്വാസത്തിൽ നിന്ന് തടയുക, വിശ്വാസികളെ മൃഗീയമായി ഉപദ്രവിക്കുക, ഈ വിശ്വാസം, ഈ ദീൻ ഇവിടെ നടക്കരുത്, വളരരുത് എന്ന നിലക്ക് ആവുന്നതൊക്കെ ചെയ്യുക, മാന്യത വിട്ടിട്ട് പെരുമാറുക, ഇതൊക്കെയാണല്ലോ മറുഭാഗം ചെയ്യുന്നത്. അത്തരം നാശങ്ങൾ ഇവിടെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവരോട് യുദ്ധം ചെയ്തു. എന്നും ഇങ്ങനെ ഒതുങ്ങിക്കൊടുത്താൽ, എന്നും ഇങ്ങനെ പരാജയപ്പെട്ടു കൊടുത്താൽ അത് അവർക്ക് വലിയ വളവാകും, നന്മ ഇവിടെ വളരുന്നതിന് തടസ്സമാകും. അതുകൊണ്ട് ഫിത്നയില്ലാതിരിക്കാൻ, നന്മ വളരാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യൂ. മാത്രമല്ല വയക്കൂനദ്ദീനു, ഈ ദീന് ലില്ലാഹി, അള്ളാഹുവിൻ്റെതാവണം, അള്ളാഹുവിനുള്ളതാവണം. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന ഒരു ചുറ്റുപാട് ഇവിടെ ഉണ്ടാവണം. അനധികൃതമായി കടന്നു വന്ന ഈ ശിർക്കും കുഫറൊക്കെ ഇവിടെ നിന്ന് നിർമാർജനം ചെയ്യപ്പെടണം. ഫൈനിൻതഹൗ, അവർ വിരമിച്ചാൽ, ഫല ഉദുവാന, പിന്നീട് യാതൊരു ശത്രുതയും അവർക്ക് നേരിലില്ല, ഇല്ല അലല്ലാലിമീന, അക്രമികളുടെ മേലൊഴികെ. ക്രമരഹിതമായിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട്, അവരല്ലാത്ത മറ്റാരോടും യാതൊരുവിധ ശത്രുതയും നമുക്കില്ല, അവർ ഈ കാര്യങ്ങളിൽ നിന്ന് വിരമിച്ച് നല്ല മാർഗത്തിലേക്ക് വരുന്നുവെങ്കിൽ. അശ്ശഹറുൽ ഹറാമു ബിശ്ശഹരിൽ ഹറാമി വൽ ഹുറുമാതു ഖിസാസ് ഫമൻ ഇഅ്തദാ അലൈക്കും ഫഅ്തദൂ അലൈഹി ബിമിസ്ലി മാ ഇഅ്തദാ അലൈക്കും വത്തഖുല്ലാഹ വഅലമൂ അന്നല്ലാഹ മഅൽ മുത്തഖീൻ. സ്ഥലത്തിന്റെ ബഹുമതി പറഞ്ഞു മസ്ജിദുൽ ഹറാമിൽ യുദ്ധം ചെയ്യരുത്, കൂടാതെ കഴിയാത്ത സന്ദർഭത്തിൽ മാത്രമേ ചെയ്യാവൂ. എന്ന് വെച്ചാൽ ശത്രു യുദ്ധം തുടങ്ങി, നമുക്ക് വെട്ടുകിട്ടാൻ തുടങ്ങി, അപ്പോഴേ നാം തിരിച്ചടിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ പൗരാണിക കാലം മുതൽ ആദരവോടുകൂടെ കാണപ്പെടുന്ന പ്രത്യേക സമയമുണ്ട്, യുദ്ധം ഹറാമായ മാസങ്ങൾ, ഹജ്ജിന്റെ മാസങ്ങൾ, മുഹറം മാസം, ഇതൊക്കെ പവിത്രമായ മാസങ്ങളാണ്. ആ മാസങ്ങളിൽ പഴയ കാലത്ത് തന്നെ യുദ്ധം ചെയ്യുന്നവർ യുദ്ധം നിർത്തിവെക്കും. ആ കാലത്ത് എതിരാളിയെ കണ്ടാലും അവരെ എതിർക്കാതെ വിടും. ആ മാസത്തിന് ഒരു പവിത്രത നൽകിയിരുന്നു, അത് ഇസ്ലാം അതിനെ അംഗീകരിക്കുന്നു. എന്നാൽ ഒരു കാര്യം, ആ മാസം ഇവർക്ക് യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് നിയമമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മറുഭാഗം യുദ്ധസന്നാഹം നടത്തുകയും മുസ്ലിങ്ങൾക്കെതിരെ കടന്നാക്രമണം നടത്തുകയും ചെയ്യുമ്പോൾ നോക്കി നിന്നാല് അത് വലിയ അനർത്ഥമായി തീരും. അന്നേരത്ത് ഈ പറഞ്ഞതൊന്നുമില്ല, ഇങ്ങോട്ട് ആക്രമിക്കുന്ന സമയത്ത് അതേ നാണയത്തിൽ തിരിച്ചടിക്കാനാണ് നിയമമുള്ളത്. അശ്ശഹറുൽ ഹറാമു, പവിത്രമായ മാസം.
ബിശ്ശഹ്റിൽ ഹറാമി പവിത്രമായ മാസത്തിന് പകരത്തിലാകുന്നു. അപ്പൊ അവർ പാലിക്കേണ്ടത് അവർ പാലിക്കുന്നുവെങ്കിൽ നിങ്ങളും അത് പാലിക്കണമെന്നർത്ഥം. നേരെ മറിച്ച് അവർ അതിന്റെ ബഹുമതി പറിച്ചു ചീന്തി അവർ നിങ്ങളെ ഉപദ്രവിക്കുന്നുവെങ്കിൽ പിന്നീട് നിങ്ങൾ നോക്കി നിൽക്കാനില്ല. അതാണ് വൽ ഹുർമാത്തു ആദരിക്കപ്പെടേണ്ടുന്ന കാര്യങ്ങൾ ഖിസാസുൻ അത് സമാസമമാകുന്നു. ഇങ്ങോട്ട് പാലിക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ടും, ഇങ്ങോട്ട് പാലിക്കുന്നില്ല എങ്കിൽ അങ്ങോട്ട് പാലിച്ചു നിന്നിട്ട് നിങ്ങളുടെ എണ്ണം കുറയ്ക്കേണ്ട ആവശ്യമില്ല. ഫമനിഅ്തദ അലൈക്കും അതുകൊണ്ട് നിങ്ങളുടെ മേൽ അവർ അക്രമപ്രവർത്തനം ചെയ്താൽ ഫഅ്തദു അലൈഹി അത് അവരുടെ മേൽ അതിൻ്റെ മേൽ നിങ്ങളും തിരിച്ചടി നൽകൂ. ബി മിസ്ലി മഅ്തദ അലൈക്കും നിങ്ങളുടെ മേൽ അവർ ചെയ്ത അക്രമത്തിനോട് തുല്യമായ രൂപത്തിൽ അങ്ങോട്ടും തിരിച്ചടിക്കൂ. വത്തഖുല്ലാഹ ഏത് ചെയ്യുന്ന സമയത്തും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടാവണം. അള്ളാഹു പറഞ്ഞതുകൊണ്ട് ചെയ്യുന്നു, അള്ളാഹു പറയുന്ന ക്രമത്തിൽ ചെയ്യുന്നു, അള്ളാഹു പറഞ്ഞ സമയത്ത് ചെയ്യുന്നു. അതുതന്നെ അള്ളാഹു ചെയ്യരുതെന്ന് പറയുന്നവരെ ഒഴിവാക്കിയിട്ട് വളരെ സൂക്ഷിച്ചുകൊണ്ട് വത്തഖുല്ലാഹ സൂക്ഷ്മതയോടുകൂടെ നീങ്ങണം. യുദ്ധക്കളത്തിലും തഖ്വ വിടാൻ പാടില്ല. വഅലമു നിങ്ങൾ അറിയണം അന്നല്ലാഹ തീർച്ചയായും അള്ളാഹു തആല മഅൽ മുത്തഖീന അവൻ മുത്തഖീങ്ങളോട് കൂടെയാകുന്നു. സൂക്ഷ്മതയുള്ളവരാരോ അവരോട് കൂടെയാണ് അള്ളാഹു ഉള്ളത്. അതുകൊണ്ട് ഒരിക്കലും തന്നെ തഖ്വ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു രംഗത്തും പ്രവർത്തിക്കാൻ പാടില്ല. യുദ്ധക്കളത്തിലാണെങ്കിൽ തന്നെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ സൂക്ഷിച്ചിരിക്കണം. ശത്രുവിനോട് പോലും പാലിക്കേണ്ട കാര്യങ്ങൾ നീതി അവന് വകവെച്ചു കൊടുക്കണം എന്നാണ് ഇസ്ലാമിന്റെ നിയമമുള്ളത്. മുത്തഖീങ്ങളെ അള്ളാഹു സഹായിക്കുക തന്നെ ചെയ്യും. അതിനൊരുപാട് ചരിത്രമുണ്ട്. ബദറിൽ കണ്ടത് അതാണ്. ശത്രുസേന വളരെ ശക്തരായിരുന്നു, എണ്ണത്തിലും ആയുധബലത്തിലൊക്കെ വളരെ മികവുള്ളവരായിരുന്നു. പക്ഷേ അള്ളാഹു മുത്തഖീങ്ങളെ സഹായിച്ചു. അതുകൊണ്ട് തന്നെ ബദർ ഏത് കാലത്തേക്കും അത് ചരിത്രം, ലോകത്തിന് സന്തോഷകരമായ ചരിത്രം നൽകുന്ന മഹത്തായ അധ്യായമാണ്. وأنفقوا في سبيل الله ولا تلقوا بأيديكم إلى التهلكة وأحسنوا إن الله يحب المحسنين. وأنفقوا നിങ്ങൾ ചെലവഴിക്കണം. ഫീ സബീലില്ലാഹി അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കണം. യുദ്ധാവശ്യത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കേണ്ടി വരുമ്പോൾ പിശുക്ക് കാണിച്ചു നിന്നാൽ അത് ഈ സമൂഹത്തിന് മുഴുവൻ നാശമായി തീരും. അതുകൊണ്ട് യുദ്ധവേളയിൽ ചെലവഴിക്കേണ്ടി വരുന്ന സമയത്ത് നിങ്ങൾ ചെലവഴിക്കണം. ചെലവഴിക്കേണ്ട പല രംഗങ്ങളുമുണ്ട്. അതിലെ പ്രധാനപ്പെട്ട രംഗമാണ് യുദ്ധാവസരം. വഅൻഫിഖൂ ഫീ സബീലില്ലാഹി അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കൂ. വലാ തുൽഖൂ നിങ്ങൾ ഇടരുത് ബി ഐദീക്കും നിങ്ങളുടെ കരങ്ങളെ ഇലത്തഹുലുക്കത്തി നാശങ്ങളിലേക്ക്. നിങ്ങൾ ചെലവഴിക്കേണ്ട സമയത്ത് ചെലവഴിക്കാതിരുന്നാൽ, ആയുധങ്ങൾ വാങ്ങേണ്ടുന്ന സമയത്ത് ആയുധം വാങ്ങാൻ കഴിയാതെ വന്നാൽ അത് നാശത്തിന് കാരണമാകും, ശത്രുവിൻ്റെ വിജയത്തിന് കാരണമാകും, അത് സത്യത്തിൻ്റെ പരാജയമാകും, അസത്യത്തിൻ്റെ മികവിന് കാരണമാകും. അതുകൊണ്ട് നാശത്തിലേക്ക് നിങ്ങളുടെ കൈകളെ നിങ്ങൾ ഇടാൻ പാടില്ല. വഹ്സിനു നിങ്ങൾ മെച്ചപ്പെട്ട കാര്യങ്ങളെ ചെയ്യാവൂ, നന്മ മാത്രമേ ചെയ്യാവൂ. ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു തആല യുഹിബ്ബുൽ മുഹ്സിനീന ഗുണകരമായ കാര്യങ്ങളെ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നവരാകുന്നു. അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ അവന് പ്രതിഫലം നൽകും. അത് ഈ ലോകത്തും നൽകും, പരലോകത്തും നൽകും. ഇനി ഇസ്ലാമിക കാര്യങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഹജ്ജിനെ പറ്റിയാണ് പറയാനുള്ളത്. വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ് ഫഇൻ ഉഹ്സിർതും ഫമസ്തൈസറ മിനൽ ഹദി വലാ തഹ്ലിഖൂ റൂസകും ഹത്താ യബ്ലുഗൽ ഹദിയു മഹില്ലഹ ഫമൻ കാന മിൻകും മരീളൻ ഔ ബിഹി അദം മിർ റഅസിഹി ففدية من صيام أو صدقة أو نسك فإذا أمنتم فمن تمتع بالعمرة إلى الحج فما استيسر من الهدي فمن لم يجد فصيام 3 أيام في الحج و7 إذا رجعتم تلك 10 كاملة ذلك لمن لم يكن أهله حاضر المسجد الحرام واتقوا الله واعلموا أن الله شديد العقاب. വഅതിമ്മു നിങ്ങൾ പരിപൂർണമാക്കണം അൽ ഹജ്ജ ഹജ്ജിനെ
വൽ ഉംറത്ത ഉംറയെയും ലില്ലാഹി അള്ളാഹുവിന് വേണ്ടി. 4 കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഒന്ന്, നിങ്ങൾ ഹജ്ജ് ചെയ്യണം. മറ്റൊന്ന്, നിങ്ങൾ ഉംറ നിർവഹിക്കണം. മൂന്നാമത്തെ കാര്യം, ഹജ്ജും ഉംറയും നിർവഹിക്കുന്ന സമയത്ത് അത് എങ്ങനെയെങ്കിലും നിർവഹിച്ചാൽ പോരാ, അത് അതിൻ്റെ പരിപൂർണമായ രൂപത്തിൽ തന്നെ നിർവഹിക്കണം. വാത്തിമു. നാലാമത്തെ കാര്യം, ഇതൊക്കെ നിർവഹിക്കുന്ന സമയത്ത് അള്ളാഹിൻ്റെ വജ്ഹിനെ ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹിൻ്റെ തൃപ്തിയെ തേടിക്കൊണ്ടായിരിക്കണം, ലില്ലാഹിയാവണം. 4 കാര്യങ്ങളാണ് ഈ ചുരുങ്ങിയ വാചകത്തിൽ അള്ളാഹു പറഞ്ഞത്. ഹജ്ജ് എന്നുള്ളത് പൗരാണിക കാലം മുതൽ നിലനിന്നു വരുന്നതായ കാര്യമാണ്. ആദം നബി അലൈഹി ഇസ്ലാം ഇന്ത്യയിലാണ് ജീവിച്ചത്. ഇന്ത്യയിലെ സറന്ദീപ് എന്ന് പറയുന്ന ശ്രീലങ്കയിലെ കുളം അവിടെയാണ്. അവിടെ നിന്ന് കാൽനടയായിട്ട് വന്നിട്ട് ഹജ്ജ് ചെയ്തത് ഫത്തുഹുൽ മുഈനിൽ രേഖപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അമ്പിയാക്കളൊക്കെ ഹജ്ജ് ചെയ്തവരാണ്. അതിനു മുമ്പും തവാഫ് മലക്കുകൾ നിർവഹിച്ചിരുന്നു. ഇങ്ങനെയുള്ള ഹജ്ജ് അതുപോലെ തന്നെ ഉംറ ജീവിതത്തിൽ ഒരിക്കൽ ചെയ്യൽ നിർബന്ധമാണ്. അതിൻ്റെ ഉപാധികളൊക്കെ ഒത്താൽ അള്ളാഹു നമുക്ക് പലവട്ടം തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതെൻ്റെ ജീവിതത്തിലെ അവസാനത്തെ അമലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനി ഒരിക്കൽ ഇതിന് എനിക്ക് സൗകര്യപ്പെട്ടെന്ന് വരില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ടായിരിക്കണം ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അത് യാതൊരു കുറ്റവുമില്ലാത്ത രൂപത്തിൽ, കുറ്റമറ്റ രൂപത്തിൽ അവന് ചെയ്യാൻ കഴിയും. അങ്ങനെ ഹജ്ജും ഉംറയും നിർവഹിക്കണം. ഇതൊക്കെ നിർവഹിക്കുന്ന സമയത്ത് അവന് അള്ളാഹുവിൻ്റെ റിളയാവണം അവൻ്റെ ലക്ഷ്യം. അള്ളാഹു എന്നോട് പറഞ്ഞതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നുള്ള പ്രതിഫലം ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ നിലക്കായിരിക്കണം അവൻ്റെ മനസ്സ് അവനോട് പറയുന്നത്. ഇനി ഹജ്ജിന് വേണ്ടിയിട്ട് പുറപ്പെട്ടു. അങ്ങനെ പുറപ്പെട്ടതിന് ശേഷം ഏതെങ്കിലും കാരണവശാൽ അവരെ ആ ഹാജിമാരെ തടയപ്പെട്ടു, ഹറമിലേക്ക് എത്താൻ കഴിയുന്നില്ല. ഹുദൈബിയ ഓർമ്മയുണ്ടല്ലോ, ഹുദൈബിയ. റസൂലുള്ളാഹിയും സ്വഹാബത്തും അന്ന് ഉംറ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഇഹ്റാം ചെയ്തുകൊണ്ടാണ് പുറപ്പെട്ടത്. ഹുദൈബിയയിൽ വെച്ച് ശത്രുക്കൾ തടഞ്ഞു. അങ്ങോട്ട് കടക്കാൻ പറ്റില്ലെന്ന് ശാഠ്യം പിടിച്ചു. അങ്ങനെ ഒരു വലിയ കുലുമാല് റസൂലുള്ള ഒഴിവാക്കി. അടുത്ത കൊല്ലം നിങ്ങൾക്ക് മക്കയിൽ വരാം, 3 ദിവസം താമസിക്കാം, യുദ്ധത്തിനുള്ള ആയുധങ്ങളൊന്നും കൊണ്ടുവരരുത്, ആയുധങ്ങളൊക്കെ വീട്ടിൽ വെച്ചിട്ടാവണം വരുന്നത്, യാത്രക്കാർ ഉപയോഗിക്കുന്ന ചെറിയ കത്തികളൊക്കെ കൊണ്ടുവരാം. ഇങ്ങനെയുള്ള ചില ഉപാധികൾ അതൊക്കെ സ്വീകരിച്ചുകൊണ്ട് അന്ന് എടുത്തിരുന്ന ആ ഇഹ്റാമിൽ നിന്ന് വിരമിക്കുകയാണ് ചെയ്തത്. അന്ന് അമല് തീർക്കാൻ കഴിഞ്ഞില്ല. ആ സംഭവം പോലുള്ള സംഭവങ്ങൾ വന്നാൽ എന്ത് ചെയ്യണമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഫൈൻ നുഹ്സിർതു, നിങ്ങളെ തടയപ്പെട്ടു, എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫമസ്തൈസറ മിനൽ ഹദി, ഹദിയ അതിൽ നിന്ന് ഏറ്റവും എളുപ്പമായത് നിങ്ങൾ നിർവഹിക്കണം. ഒരാടിനെ അറുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു പശു, പോത്ത്, ഒട്ടകം, ഏറ്റവും ചുരുങ്ങിയത് ഒരാടിനെ അറുത്തുകൊണ്ട് അതിൽ നിന്ന് വിരമിക്കുക. ഞാൻ ഇതിൽ നിന്ന് ഒഴിവാകുന്നു എന്ന നിയ്യത്തോടു കൂടെ അറുക്കുക. അറുത്തതിന് ശേഷം മുടി നീക്കുക. ഇതാണ് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഇവൻ സാധാരണക്കാരനായി തീർന്നു. ഇനി ഇപ്പോൾ എന്തിനാണോ ഇഹ്റാം കെട്ടിയത് അത് അവന് പിന്നീട് നിർവഹിക്കേണ്ടതുണ്ട്. റസൂലുള്ള ഇതിൻ്റെ പിറ്റേ കൊല്ലം വന്നിട്ട് ഉംറ നിർവഹിച്ചു. അതിന് ഉംറത്തുൽ ഖളാ എന്നാണ് പേര് പറയപ്പെടുക. വലാ തഹ്ലിഖൂ റൂസക്കും, നിങ്ങളുടെ മുടി നിങ്ങൾ കളയരുത്, മുടി നീക്കരുത്. ഹത്താ യബ്ലുഗൽ ഹദിയു മഹില്ല, ഹദിയ അറുക്കണമെന്ന് പറഞ്ഞല്ലോ, ആ ഹദിയയെ അതിൻ്റെ സ്ഥലത്ത് എത്തിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ അതിനെ അറുത്തതിൻ്റെ ശേഷമല്ലാതെ. അപ്പോൾ നിങ്ങൾക്കൊരു നിലക്കും ഈ ഇഹ്റാമുമായിട്ട് തുടർന്ന് അമല് ചെയ്യാൻ സാധ്യമല്ലെന്ന് വന്നാൽ നിങ്ങൾ അതിൽ നിന്ന് വിരമിക്കുകയാണ്. ആ വിരമിക്കൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അറുക്കാനുള്ളതിനെ ഈ നിയ്യത്തോടു കൂടെ അറുക്കുന്നു. ഞാൻ ഈ ഇഹ്റാമിൽ നിന്ന് തഹല്ലുലാകുന്നു, ഒഴിവാകുന്നു എന്ന നിയ്യത്തോടു കൂടെ അതിനെ അറുത്തു. അറുത്തതിന് ശേഷമായിട്ടാണ് മുടി നീക്കേണ്ടത്. വലാ തഹ്ലിഖൂ റൂസക്കും ഹത്താ യബ്ലുഗൽ ഹദിയു മഹില്ലഹു, ഈ ഹദിയിനെ അറുക്കുന്നത് വരെ നിങ്ങൾ മുടി നീക്കാൻ പാടില്ല. അങ്ങനെയാണുള്ളത്. അത് കഴിഞ്ഞു. ഇനി ഒരാളെ ശത്രുക്കൾ തടഞ്ഞതൊന്നുമല്ല, പിന്നെ അവന് രോഗം ബാധിച്ചു, അല്ലെങ്കിൽ മറ്റു വല്ല കാരണങ്ങൾ ഉണ്ടായിട്ട് മുടി നീക്കേണ്ടി വന്നു. ഒരു മുഹരിമായ മനുഷ്യന് അവൻ്റെ മുടി, നഖം ഇതൊന്നും നീക്കാൻ പാടില്ല. വളരെ സൂക്ഷ്മത പാലിക്കണം. ചുറ്റിത്തുന്നിയ വസ്ത്രം, ഷർട്ട് പോലത്തത്, അടിവസ്ത്രം, പിന്നെ കാൽമൽ ധരിക്കുന്ന ഷൂ, സോക്സ് തുടങ്ങിയതൊന്നും ധരിക്കാൻ പാടില്ല. പ്രത്യേകമായ നിയമമാണ്. സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. ആണ്, പെണ്ണ്, സ്ത്രീ,
ഭാര്യ ഭർത്തൃ ബന്ധം പാടില്ല. നിനക്ക് കർശനമായ നിയമമാണല്ലോ. നിക്കാഹ് കഴിക്കാൻ പാടില്ല, നിക്കാഹ് കഴിച്ചു കൊടുക്കാൻ പാടില്ല. സുഖത്തെക്കുറിച്ച് ചിന്തിക്കാനോ അത് ചെയ്യാനോ പാടില്ല എന്നർത്ഥം. ഒരു മജ്നൂനായി മാറുന്നു, ഒരു ഭ്രാന്തനായി മാറുന്നു, അള്ളാഹുവിൽ ലയിച്ച ഭ്രാന്തനായിട്ട് മാറുന്നു. അങ്ങനെയുള്ള ഇവന് ഏതെങ്കിലും കാരണവശാൽ അവന്റെ മുടി നീക്കേണ്ടി വന്നു, തലയിൽ ചൊറി പിടിച്ചിട്ട് ഇടങ്ങറായി, അല്ലെങ്കിൽ പേൻ പൂത്തിട്ട് ഇവന് ഈ എഹ്റാമിലായിട്ട് ഈ തലയുമായിട്ട് നടക്കാൻ കഴിയാത്ത അവസ്ഥയായി, ഇങ്ങനൊക്കെ വന്നാൽ എന്ത് വേണം? അതാ പറയുന്നത്. ഫമങ്കാന മിങ്കും മരീലൻ, നിങ്ങളിൽ നിന്നുള്ള ആരെങ്കിലും രോഗിയായി തീർന്നു, അവന് അതിശക്തമായ രോഗമുണ്ട്, ആള് മെഹരിമായിരുന്നു, ഇഹ്റാം കെട്ടിയവനാണ്, പക്ഷേ ഇഹ്റാമിൽ തുടരാൻ കഴിയാത്തൊരവസ്ഥ അവന് വന്നു. ഔ ബിഹി അതൻ മിർ റഅ്സിഹി, അല്ലെങ്കിൽ അവന്റെ തലയിൽ അവനെ ബുദ്ധിമുട്ടിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങളുണ്ടായി, പേൻ പിടിച്ചിട്ട് വളരെ വിഷമം, തല മാന്താനേ അവന് നേരമുള്ളൂ. ഇങ്ങനെ വന്നാൽ എന്ത് വേണം? അങ്ങനെ വന്നാൽ അവന് മുടിയണ്ട് കളയാം. ആ മുടി കളഞ്ഞതിപ്പോ ഇഹ്റാമിലാണ്, പാടില്ലാത്ത കാര്യമാണ് ചെയ്തത്. ഇഹ്റാമിൽ പാടില്ലാത്ത മുഹറമാത്തുൽ ഇഹ്റാം ഇപ്പൊ ചെയ്തു. അതിന് പകരത്തിൽ ഫിദിയ നൽകേണ്ടതുണ്ട്, നഷ്ടപരിഹാരം നൽകേണ്ടതുണ്ട്. താഴെ പറയപ്പെടുന്ന 3 കാര്യങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും ഒന്ന് അതിന് നഷ്ടമായിട്ട് അവൻ നൽകണം. ഇഹ്റാമിൽ അവന്റെ മുടി നീക്കാൻ പാടില്ല എന്ന നിയമമുണ്ടായിരുന്നു. ഇപ്പോൾ ഇവൻ കുടുങ്ങിയിട്ട് അവന് നീക്കേണ്ടി വന്നു. അതുകൊണ്ട് താഴെ പറയപ്പെടുന്ന 3 പരിഹാരങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും ഒന്ന് അവൻ ചെയ്യണം. ഏതാണത്? ഒന്ന്, മീൻ സിയാമിൻ, നോമ്പനുഷ്ഠിക്കണം. ഔ സ്വതക്കത്തിൻ, അല്ലെങ്കിൽ സ്വതക്ക കൊടുക്കണം, സാധുക്കൾക്ക് സ്വതക്ക കൊടുക്കണം. ഔ നുസുക്കിൻ, അല്ലെങ്കിലോ അറുത്തു കൊടുക്കണം. ഈ 3-ൽ നിന്നുള്ള ഏതെങ്കിലും ഒന്ന് അവന് ചെയ്യണം. ഒരാടിനെ അറുക്കുക, ഏറ്റവും ചുരുങ്ങിയത് ഒരാടാണ്, അതിന്റെ മേലെയുള്ളത് ഏതായിരുന്നാലും പറ്റും. അതല്ലെങ്കിലോ 3 സായ്, 3 സായ് എന്ന് പറഞ്ഞാല് 12 മുദ്ദ്. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ 800 ഗ്രാമാണല്ലോ, 800 മില്ലി. അതിനനുസരിച്ച് 3 സായ് കൊടുക്കുക. 3 സായ് എന്ന് പറഞ്ഞാൽ അര സായ് വീതം 6 മിസ്കിമാർക്ക് കൊടുക്കുക. അതല്ലെങ്കിലോ 3 ദിവസത്തെ നോമ്പ് അനുഷ്ഠിക്കുക. ഇങ്ങനെയാണ് അതിന്റെ പരിഹാരമുള്ളത്. അപ്പൊ നോമ്പ് അനുഷ്ഠിക്കുക, അല്ലെങ്കിൽ 6 മിസ്കിമാർക്ക് ഭക്ഷണം കൊടുക്കുക, അതല്ലെങ്കിൽ അറുത്തു കൊടുക്കുക. ഇതാണ് മുഹറമാത്തുൽ ഇഹ്റാം ആകുന്ന ഇഹ്റാം കെട്ടിയവന് പാടില്ലാത്ത ഈ മുടി നീക്കൽ ഇവൻ നടത്തിയതിന്റെ പേരിൽ അവൻ ചെയ്യേണ്ടത്. 3 ദിവസത്തെ നോമ്പനുഷ്ഠിക്കുക, അല്ലെങ്കിൽ 6 മിസ്കിമാർക്ക് അരസായ വീതം കൊടുക്കുക. അരസായ എന്ന് പറഞ്ഞാൽ 2 മുദ്ദ്. അല്ലെങ്കിലോ ഹറമിലെ ദരിദ്രർക്ക് വേണ്ടിയിട്ട് ഒരാടിനെ അറുക്കുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് ചെയ്താൽ അതിന് നഷ്ടപരിഹാരമായി. ഇനി ഇതൊന്നുമല്ലാത്ത കാരണത്താൽ ചിലപ്പോൾ ഫിദിയ നൽകേണ്ടി വരലുണ്ട്. അതിനെപ്പറ്റി പറയാം. ഒരാള് ഹജ്ജിന്റെ മാസത്തിൽ ഉംറ നിർവഹിച്ചു. ഹജ്ജിന്റെ മാസം എന്ന് പറഞ്ഞാൽ ഏതാ? ഹജ്ജിന്റെ മാസം എന്ന് പറഞ്ഞാൽ ഷവ്വാൽ മാസം, ദുൽഖഅദ് മാസം, ദുൽഹജ്ജ് മാസത്തിന്റെ 10 ദിവസം. അതിന്റെ ശേഷം ഒരു 3 ദിവസം കൂടി ഉണ്ട്, മിനായിലെ ദിവസങ്ങൾ. ഇതാണ് ഹജ്ജിന്റെ ദിവസങ്ങൾ. അപ്പൊ ഷവ്വാൽ മാസത്തിൽ ഒരാള് ഉംറ നിർവഹിച്ചിട്ട് ഇവിടെ ഇങ്ങനെ കൂടി, അതിന് തടസ്സമൊന്നുമില്ല. ഇനി ഹജ്ജിന്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജിലോ അതിനോട് അടുത്തൊക്കെ അവൻ ഹജ്ജിന് ഇഹ്റാം കെട്ടും. ഇപ്പൊ എന്താ ചെയ്തത്? ഹജ്ജിന്റെ മാസത്തിൽ അവൻ ഉംറയാണ് ചെയ്തത്. ഹജ്ജിന്റെ മാസം യഥാർത്ഥത്തിൽ ഹജ്ജ് ചെയ്യേണ്ട സമയമല്ലോ, അന്ന് ഉംറ ചെയ്തു. അപ്പൊ അവൻ ചെറിയൊരു കോട്ടം വരുത്തിയിട്ടുണ്ട്. അപ്പൊ നോക്കുക, ഷവ്വാൽ മാസത്തിൽ ഒരാൾ ഉംറ നിർവഹിച്ചിട്ട് ഈ ഹറമിൽ ഇങ്ങനെ കൂടി, അല്ലെങ്കിൽ അന്ന് തന്നെ ഹജ്ജിന് ഇഹ്റാം കെട്ടിയിട്ട് ഇഹ്റാമിലായിട്ട് ഇങ്ങനെ തുടരുമ്പോൾ വളരെ വിഷമാണ്, സൂക്ഷിക്കുക എന്നുള്ളത്. അപ്പൊ അന്ന് ഉംറ ചെയ്തു, എന്നിട്ട് തഹല്ലുലായി, ഒഴിവായി, എന്നിട്ട് ഇങ്ങനെ സുഖമായിട്ട് നടന്നു. ഇനി ദുൽഹജ്ജ് മാസമായപ്പോ ഹജ്ജിന് ഇഹ്റാം കെട്ടിയിട്ട് ഹജ്ജ് ചെയ്തു. ഇതിന് തമത്വ എന്ന പറയാം. തമത്വ 3 ക്രമത്തിൽ ഹജ്ജ് നിർവഹിക്കും. തമത്വ, ഖിറാന്, ഇഫ്രാദ്. അതിൽ 1-ാം സ്ഥാനത്ത് ഇഫ്രാദാണ്. ഇത് തമത്വ എന്ന് പറയാം. സുഖിക്കൽ നടക്കുന്നുണ്ട്. എന്താ സുഖം? ഹജ്ജിന്റെ മാസത്തിൽ ഹജ്ജല്ലാത്ത കാര്യം ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ സുഖമായിട്ട് എണ്ണയും സോപ്പൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ, മുടി നീക്കാൻ പറ്റുന്ന രൂപത്തിൽ, ഷർട്ട് ധരിക്കാൻ പറ്റുന്ന രൂപത്തിൽ, ഭാര്യ ഭർത്തൃബന്ധം പാലിക്കാൻ പറ്റുന്ന രൂപത്തിൽ, ഇങ്ങനെയൊക്കെ അവന് ജീവിക്കൽ എന്ന സുഖം അവൻ എടുക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ട്. എന്നിട്ട് ഇനി ഹജ്ജിന്റെ അടുത്ത ദിവസം അവൻ ഹജ്ജിന് ഇഹ്റാം കെട്ടുകയാണ്.
അപ്പൊ ആ സുഖിക്കൽ ഉണ്ടായത് കൊണ്ട് അതിന് അവൻ ഒരു അറുത്ത് കൊടുക്കൽ, അതിനൊരു പിരിവ് കൊടുക്കേണ്ടതുണ്ട്. തമത്തുഇന്റെ അറവ് എന്ന് അതിന് പറയാം. അതാണ് പറയുന്നത്. അപ്പൊ ഇതാ അമിൻതു, നിങ്ങൾ നിർഭയരായാൽ, നാട്ടിലല്ല, നേരത്തെ പറഞ്ഞ ശത്രുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഭീഷണി മേഷണി ഒന്നുമില്ല. എന്നിട്ട് ഫമൻ തമത്ത ബിൽ ഉംറത്തി, ഒരാൾ ഉംറ കൊണ്ട് സുഖിച്ചു, ഉംറ ചെയ്തിട്ട് പിന്നീട് അവൻ സുഖമായിട്ട് നടന്നു, ഇലൽ ഹജ്ജി, ഹജ്ജിന് ഇഹ്റാം കെട്ടുന്നത് വരെ. ഇങ്ങനെ വന്നാൽ ഫമസ്തൈസറ മിനൽ ഹദി, ഹദിയയിൽ നിന്ന് വളരെ എളുപ്പമുള്ളത് ഒരു ആടിനെ അറുത്തു കൊടുക്കൽ അവന് നിർബന്ധമാണ്. എന്താ കാരണം? ഇവൻ ഹജ്ജിന്റെ മാസത്തിൽ ഹജ്ജ് കൊണ്ട് ജോലിയാവേണ്ടവനാണ്. ഹജ്ജിന്റെ സമയത്ത് ഹജ്ജ് കൊണ്ട് ഇഹ്റാം കെട്ടിയിട്ട് ഇങ്ങനെ തുടരേണ്ടവനാണ്. അവൻ അത് ചെയ്യാതെ ഉംറ ചെയ്തിട്ട് അവന് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒഴിവാക്കാതെ അവൻ ഇഹ്റാമില്ലാതെ കുറച്ചു കാലം സുഖിച്ച് നടന്നു. അതിന് തമത്വ എന്ന് പറയും. എന്നിട്ട് ഹജ്ജിന്റെ അവസരമാകുമ്പോൾ ഹജ്ജ് മാസത്തിൽ അതിൻ്റെ അടുത്ത ദിവസങ്ങളിലൊക്കെ ഇഹ്റാം ചെയ്തിട്ട് ഹജ്ജ് ചെയ്യുന്നു. അപ്പൊ ഹജ്ജും ചെയ്യുന്നുണ്ട്, ഉംറയും ചെയ്യുന്നുണ്ട്, ഇതിന്റെ ഇടയിൽ ഒരു സുഖിക്കൽ വരുന്നുണ്ട്. അങ്ങനെ വരുന്നത് കൊണ്ടൊരു നഷ്ടപരിഹാരം, ആ കോട്ടം തീർക്കാൻ വേണ്ടിയിട്ട് അവൻ നഷ്ടപരിഹാരം നടത്തേണ്ടതുണ്ട്. അതാണ് ഫമസ്സൈസറ മിനൽ ഹദി. ഇനി അത് അറുക്കാൻ അവന് കഴിവുണ്ടായില്ല, അല്ലെങ്കിൽ അറുക്കാനുള്ള മൃഗത്തെ ഒന്നും കിട്ടിയില്ല, അങ്ങനെ വന്നാലോ? ഫമല്ലം യജിദ്, അവൻ ഈ അറുക്കാനുള്ള മൃഗത്തെ എത്തിച്ചില്ലെങ്കിൽ ഫസുയാമു സലാസത്തി അയ്യാമിൻ, 3 ദിവസത്തെ നോമ്പ്, ഫിൽ ഹജ്ജ്, ഹജ്ജിൽ അനുഷ്ഠിക്കണം. സബഅത്തിന്, ഒരു 7 ദിവസത്തെ നോമ്പ്, ഇതാ റജാത്തു, നിങ്ങൾ മടങ്ങിയാൽ. അപ്പോ നാട്ടിലെത്തിയതിന് ശേഷം 7, ഹജ്ജിൽ ഒരു 3. ഹജ്ജിൽ 3 നോമ്പ് വെക്കുകയാണെങ്കിൽ ദുൽഹജ്ജ് 9 അറഫയിൽ നിൽക്കുന്ന ദിവസമാണ്. അന്ന് നോമ്പ് അനുഷ്ഠിക്കാൻ പാടില്ല, ഹാജിന് അന്ന് നോമ്പില്ലാത്ത ദിവസം ആവേണ്ടതാണ്. അപ്പൊ അതിന്റെ മുമ്പ് 8, 7, 6, അപ്പൊ ഒരു 5-നെങ്കിലും അവൻ ഇഹ്റാം കെട്ടേണ്ടി വരും. എന്നാലും ഇപ്പൊ ഹജ്ജിൽ 3 ദിവസം നോമ്പ് വെക്കാൻ പറ്റുള്ളൂ. അങ്ങനെ 3 ദിവസം ഹജ്ജിൽ നോമ്പ് നിൽക്കുകയും ബാക്കി ഒരു 7 ദിവസം നാട്ടിൽ വന്നതിന് ശേഷം, ഇങ്ങനെ 10 ദിവസം അവൻ നോമ്പ് നോക്കണം. ഇതാണ് അതിന്റെ പരിഹാരമുള്ളത്. ഇപ്പൊ 7 നോമ്പ് ഹജ്ജിൽ നിർവഹിച്ചു, നാട്ടിൽ വന്നതിന് ശേഷം 7 നോമ്പ് നിർവഹിച്ചു. എല്ലാം കൂടി കൂടിയാൽ തിൽക്ക, അവകൾ അശറത്തുൻ കാമിലത്തുൻ, പരിപൂർണമായ 10 നോമ്പുകളായി തീർന്നു. ഇതാണ് ഫിദിയ നൽകാൻ കഴിവില്ലാത്തവന്റെ നഷ്ടപരിഹാരം. ഇവിടെയും മറ്റൊരു കാര്യം ഉണർത്താനുണ്ട്. അതെന്താണത്? ദാലിക്ക, ഈ പറയപ്പെട്ട ഫിദിയ അറുത്തു കൊടുക്കണം, ഹദിയ നൽകണം എന്ന് പറഞ്ഞ് നഷ്ടപരിഹാരം കൊടുക്കണല്ലോ ആര്? തമത്വ ചെയ്തവൻ. അത് ലിമൻ, ഒരുത്തനുള്ളതാകുന്നു, ലൻ യകുൻ അഹ്ലുഹു, അവന്റെ കുടുംബം, ഹാദിറിൽ മസ്ജിദുൽ ഹറാമി, മസ്ജിദുൽ ഹറാമിലെ ഹാജരായവരല്ല. എന്ന് വെച്ചാൽ അവൻ മക്ക നിവാസിയാണെങ്കിൽ അവൻ ഈ അറുത്തു കൊടുക്കേണ്ടതില്ല. അപ്പൊ മക്കാരന് തമത്വ ചെയ്താൽ ഈ പറയപ്പെട്ട നഷ്ടപരിഹാരം കൊടുക്കേണ്ടതില്ല. വിദേശിക്കുള്ള നിയമമാണിത്. അതാണ് ആ പറഞ്ഞത്. ദാലിക ലിമൻ ലൻ യകുൻ അഹ്ലുഹു, അവന്റെ കുടുംബം, ഹാദിറിൽ മസ്ജിദുൽ ഹറാമി, മസ്ജിദുൽ ഹറാമിൽ ഹാജറല്ലാത്തവനാണ്. ഹാജറാകുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ തൽക്കാലം വന്നു എന്നല്ല, ഇവിടെ കുടുംബം വീടൊക്കെ വെച്ച് താമസിക്കുന്നവരല്ലെങ്കിലാണ് ഈ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ തമത്വ ചെയ്താൽ അവർക്ക് കൊടുക്കേണ്ടതില്ല. വത്തഖുല്ലാഹ, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണം. ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നിയമങ്ങൾ പറഞ്ഞു. ഈ നിയമങ്ങളൊക്കെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവനെ ഭയപ്പെട്ടുകൊണ്ടാവണം നിങ്ങൾ ചെയ്യുന്നത്. വഅലമു, നിങ്ങൾ അറിയണം, അന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു തആല ശദീദുൽ ഇഖാബി, ശിക്ഷ കഠിനമായവനാകുന്നു. അള്ളാഹുവിന്റെ നിയമം പാലിക്കാത്തവനെ അള്ളാഹു ശിക്ഷിക്കും. ആ ശിക്ഷ വളരെ വലിയ ശിക്ഷയാകുന്നു, കഠോരമായ ശിക്ഷയാകുന്നു, സഹിക്കാൻ കഴിയാത്ത ശിക്ഷയാകുന്നു. അതുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതമാകണം നയിക്കുന്നത്. തഖ്വക്കെതിരായിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല. വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളാണ് ഇപ്പോൾ ഉണർത്തിയത്. ഒന്ന്, യുദ്ധക്കളത്തിലെ മര്യാദകൾ. യുദ്ധം ചെയ്യുന്ന സമയത്ത് ശത്രുവിനോടാണെങ്കിൽ തന്നെ, കൊടിയ ശത്രുവിനോടാണെങ്കിൽ തന്നെ യുദ്ധത്തിന് ചില മര്യാദകളുണ്ട്. ആ മര്യാദ വിട്ടുകൊണ്ട് കളിക്കാൻ പാടില്ല. അത് തഖ്വക്ക് എതിരാകുന്നു. തഖ്വക്ക് എതിരായിട്ട് നീങ്ങിയാലോ മനസ്സിലാക്കേണ്ടത് അന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അള്ളാഹു ശിക്ഷ കഠിനമായവനാകുന്നു. എന്നാൽ ശത്രു ഇങ്ങോട്ട് ആക്രമിക്കുന്നത് ഇങ്ങനെ നോക്കി നിന്നുകൊണ്ട് സഹിക്കണമെന്നല്ല. അത് യുദ്ധം ഹറാമായ മാസത്തിൽ അവൻ ഇങ്ങോട്ട് ആക്രമിക്കുന്നുവെങ്കിൽ തിരിച്ചടിക്കണമെന്നാണ് നിയമമുള്ളത്. അതുപോലെ തന്നെ ഹറമിന്റെ പവിത്രത പാലിക്കാതെ അവൻ ഇങ്ങോട്ട് ആക്രമിക്കുന്ന പക്ഷം അതിങ്ങനെ ഏറ്റുവാങ്ങണമെന്നല്ല, അതിനെ പ്രതിരോധിക്കണമെന്നാണ് നിയമമുള്ളത്. ഇതൊക്കെ എന്തിനാണത്? ഫിത്ന ഇവിടെ അവസാനിക്കണം. ഇങ്ങനെ നേരിട്ടില്ലെങ്കിൽ ഈ ഫിത്ന എന്നും നിലനിൽക്കും.
അതുകൂടെ നിലനിൽക്കാൻ പാടില്ല, അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാകുന്നു. ചുരുക്കത്തിൽ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അള്ളാഹു എന്നോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ നിയമത്തിന് കീഴ്പ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനമായിരിക്കണം. അതാണ് തഖ്വ. അതാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചത്. വത്തഖുല്ലാഹ, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഏത് കാര്യം ചെയ്യുമ്പോഴും തഖ്വയിൽ അധിഷ്ഠിതമായ പ്രവർത്തനമായിരിക്കണം. വയലമൂ, നിങ്ങൾ മനസ്സിലാക്കണം, അന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അള്ളാഹു ശിക്ഷ കഠിനമായവനാകുന്നു. അവന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി നീങ്ങുന്നവനെ അള്ളാഹു നേരിടുക തന്നെ ചെയ്യും. അർഹമുർ റാഹിമായ അള്ളാഹു അവന്റെ എല്ലാ ശിക്ഷയിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അവന്റെ രക്ഷയുടെ ഭവനമാകുന്ന സ്വർഗത്തിൽ നമുക്കെല്ലാം പ്രവേശനം നൽകുമാറാകട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ.